കേന്ദ്ര ബജറ്റിന് ഇനി നിമിഷങ്ങൾ മാത്രം. ഞായറാഴ്ചത്തെ ബജറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും പാർലമെന്റിലെത്തി. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 2026-27 കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നതിന് തൊട്ടു മുൻപ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാൻ പാർലമെന്റിലെത്തിയിരുന്നു. ഇതൊരു ചരിത്ര ബജറ്റായിരിക്കും. പ്രധാനമന്ത്രിയുടെ പരിഷ്കാര എക്സ്പ്രസ് വികസിത് ഭാരതത്തിലേക്ക് വേഗത്തിൽ മുന്നേറുമെന്ന് ANIയോട് സംസാരിച്ച റിജിജു വ്യക്തമാക്കി. ഇത് വികസിത് ഔർ ആത്മനിർഭർ ഭാരത് കാ ബജറ്റായിരിക്കുമെന്നും കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭാ യോഗം 2026-27 കേന്ദ്ര ബജറ്റിന് പാർലമെന്റിൽ അംഗീകാരം നൽകും. നേരത്തെ ലോക്സഭയിൽ 2026-27 ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാൻ സീതാരാമൻ പാർലമെന്റിലെത്തി. അതേസമയം രാഷ്ട്രപതി ഭവനിലെത്തിയ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ദഹി ചീനി വാഗ്ദാനം ചെയ്തു. ദിവസത്തിന്റെ ശുഭകരമായ തുടക്കമായി കണക്കാക്കപ്പെടുന്നതിനാൽ രാഷ്ട്രപതിയാണ് ദഹി ചീനി ആചാരം നടത്തുന്നത്. രാഷ്ട്രപതി ഭവനിൽ പ്രസിഡന്റ് മുർമുവുമായി ധനമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ പതിവ് ആശംസാ പ്രകടനം നടത്തിയത്. ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരിയും ചടങ്ങിൽ പങ്കെടുത്തു. ബജറ്റ് നിർദ്ദേശങ്ങളുടെ രൂപരേഖയെക്കുറിച്ച് ധനമന്ത്രി രാഷ്ട്രപതിയുമായി ചർച്ച ചെയ്യുന്നതായി കാണപ്പെട്ടു. രാഷ്ട്രപതി ഭവനിൽ എത്തുന്നതിന് മുന്നോടിയായി സീതാരാമൻ തന്റെ ട്രേഡ് മാർക്കായ ബഹി ഘട്ട സ്വർണ്ണ നിറത്തിലുള്ള ദേശീയ ചിഹ്നം ആലേഖനം ചെയ്ത ചുവന്ന നിറത്തിലുള്ള തുണിയിൽ പൊതിഞ്ഞ ഒരു ടാബ്ലറ്റ് ധരിച്ചിരുന്നു. സഹമന്ത്രി പങ്കജ് ചൌധരി, മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ഡോക്ടർ വി അനന്ത നാഗേശ്വർ, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് ചെയർമാൻ രവി അഗർവാൾ, ധനമന്ത്രാലയത്തിലെ മറ്റുദ്യോഗസ്ഥർ എന്നിവർ ധനമന്ത്രിയെ അനുഗമിച്ചു. സീതാരാമൻ രാവിലെ 11 മണിക്ക് ലോക്സഭയിൽ തന്റെ തുടർച്ചയായ 9ാമത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും. ഇത് മുൻ ധനമന്ത്രി പി ചിദംബരത്തിന് തുല്യമാവുകയും പ്രണവ് മുഖർജിയുടെ റെക്കോർഡ് മറികടക്കുകയും ചെയ്യും. സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ 10 തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചതിന്റെ റെക്കോർഡ് മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ പേരിലാണ്. 2026-27 വർഷത്തെ ഇന്ത്യ ഗവൺമെന്റിന്റെ കണക്കാക്കിയ വരവു ചെലവുകളുടെ പ്രസ്താവന സീതാരാമൻ അവതരിപ്പിക്കും. 2003 ധനകാര്യ ഉത്തരവാദിത്ത ബജറ്റ് മാനേജ്മെന്റ് നിയമത്തിലെ സെക്ഷൻ 3(1) പ്രകാരമുള്ള 2 പ്രസ്താവനകളും ധനമന്ത്രി മേശപ്പുറത്ത് വയ്ക്കുന്നതാണ്. ഇതിൽ ഇടത്തരം ധനനയ, സാമ്പത്തിക നയ തന്ത്ര പ്രസ്താവനയും മാക്രോ എക്കണോമിക്സ് ഫ്രെയിംവർക്ക് പ്രസ്താവനയും ഉൾപ്പെടുന്നു. 2024 ധനകാര്യ ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ സീതാരാമൻ അനുമതി തേടുമെന്നും അവർ ബിൽ ഔദ്യോഗികമായി അവതരിപ്പിക്കുമെന്നും ബിസിനസ് ലിസ്റ്റ് പ്രസ്താവിക്കുന്നു. സർക്കാരിന്റെ സാമ്പത്തിക നിർദ്ദേശങ്ങൾക്ക് നിയമപരമായ പ്രാബല്യം നൽകുന്നതാണ് ധനകാര്യ ബിൽ. ഇന്ത്യയുടെ തുടർച്ചയായ 9ാം കേന്ദ്ര ബജറ്റാണ് FM സീതാരാമൻ അവതരിപ്പിക്കാൻ പോകുന്നത്. വ്യാഴാഴ്ച കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ഇന്ത്യയുടെ സാമ്പത്തിക സർവേ പാർലമെന്റിൽ അവതരിപ്പിച്ചു. ഭാവിയിലെ സാമ്പത്തിക പദ്ധതികൾ വിശദീകരിക്കുന്നതിന് മുൻപ് സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥ വിശദീകരിക്കുന്ന ദീർഘകാല പാരമ്പര്യം പിന്തുടരുന്നതാണ് ബജറ്റിന് മുൻപുള്ള സാമ്പത്തിക സർവേയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നത്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ഔദ്യോഗിക വാർഷിക റിപ്പോർട്ട് കാർഡായിട്ടാണ് ഇക്കണോമിക് സർവേ ഓഫ് ഇന്ത്യ കണക്കാക്കപ്പെടുന്നത്. കഴിഞ്ഞ വർഷത്തെ സമ്പദ് വ്യവസ്ഥയുടെ പ്രകടനത്തെക്കുറിച്ചുള്ള സമഗ്രവും ഡേറ്റ പിന്തുണയുമുള്ളതുമായ അവലോകനം ഇത് നൽകുന്നു. കൂടാതെ ഭാവി നയദിശയിലേക്കുള്ള വിശാലമായ ഒരു റോഡ് മാപ്പ് വാഗ്ദാനം ചെയ്യുന്നു. സർക്കാരിന്റെ പ്രധാന വാർഷിക റിപ്പോർട്ട് എന്ന നിലയിൽ കഴിഞ്ഞ 12 മാസത്തെ പ്രധാന സാമ്പത്തിക സംഭവ വികാസങ്ങൾ ഇത് അവലോകനം ചെയ്യുന്നു. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി ഈ സർവേ നിർണായക പങ്ക് വഹിക്കുന്നു. ഭാവിയിലെ സർക്കാർ ചെലവുകൾ, നികുതി, നയ നടപടികൾ എന്നിവയിൽ ബജറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മുൻകാല സാമ്പത്തിക പ്രകടനങ്ങളും പ്രവണതകളും വിശകലനം ചെയ്തുകൊണ്ട് ആ തീരുമാനങ്ങൾ എന്തുകൊണ്ട് ആവശ്യമാണെന്ന് സാമ്പത്തിക സർവേ വിശദീകരിക്കുന്നു. മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ നേതൃത്വത്തിൽ സാമ്പത്തിക കാര്യ വകുപ്പിന്റെ സാമ്പത്തിക വിഭാഗമാണ് സാമ്പത്തിക സർവേ തയ്യാറാക്കുന്നത്. സമ്പദ് വ്യവസ്ഥയുടെ വ്യത്യസ്ത വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 2 ഭാഗങ്ങളായാണ് ഇത് അവതരിപ്പിക്കുന്നത്. 65 ദിവസങ്ങളായി 30 സിറ്റിംഗുകൾ നീണ്ടു നിൽക്കുന്ന ബജറ്റ് സമ്മേളനം ഏപ്രിൽ 2 അവസാനിക്കും. ഫെബ്രുവരി 13 ഇരുസഭകളും താൽക്കാലികമായി നിർത്തിവെച്ച ശേഷം മാർച്ച് 9 വീണ്ടും യോഗം ചേരും. വിവിധ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഗ്രാന്റ് ആവശ്യങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്ക് പരിശോധിക്കാൻ ഇത് സഹായിക്കും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.